എനിക്ക് ആകെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് നെർവസ്നെസ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് ആട്ടെ. എനിക്കിങ്ങനെ ഫീലിങ്സ് ഒന്നും ഇങ്ങനെ ഒരു ഓപ്പൺ ക്യാമറയിൽ വ്ലോഗ് എടുക്കാറൊന്നും എനിക്ക് അത്ര ഇല്ല. നാളെ എൻഗേജ്മെൻ്റ് ആണ്. എനിക്ക് എൻ്റെ എൻഗേജ്മെൻ്റ് ആയി വിശ്വസിക്കാൻ പറ്റണം. എനിക്ക് അതായത് ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിലൊക്കെ പോകുന്നൊരു ആ ഒരു മൂഡ്. ഇപ്പോഴത്തെ പന്തൽ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പണി ചെയ്തുകൊണ്ടിരിക്കണം. ഇനി എനിക്ക് ഇൻട്രോ പറയാൻ കഴിയില്ല, അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സോ വേഗം തന്നെ ഇൻട്രോ എടുക്കാൻ വിചാരിച്ചു. ഞാൻ ഈ കയ്യിൽ മൈലാഞ്ചി ഇടാനുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ കിട്ടി കഴിഞ്ഞു. നാളേക്ക് അത് നന്നായിട്ട് ചുവന്നോളും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടാനുണ്ട്. ആൻഡ് ഈ കൈ ഫുൾ മെഹന്തി ഇട്ടിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നാളെ എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. എൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്നുള്ള സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് വേറെ ആരെങ്കിലും പരിപാടിക്ക് പോകണ പോലൊരു ഫീലായിരുന്നു. ഇത്രയും നേരം അങ്ങനെ തന്നെയായിരുന്നു. ഈ മൈലാഞ്ചി ഇടുമ്പോഴും മറ്റ് പിള്ളേർ വരുമ്പോഴും എനിക്ക് ആ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഓക്കെ എന്നായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അത് പന്തൽ വന്ന് പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആകെ ഒരു നെർവസ്നെസ്സും ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു എന്ത് രീതിയിൽ ഫീലിങ് എങ്ങനെയെന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഇതൊന്നും വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം ഞാൻ ജസ്റ്റ് കുറച്ച് പേര് മാത്രമായിട്ടുള്ള ചെറിയ പരിപാടിയായിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ചടങ്ങ് വരുന്നത്. സോ ഇപ്പം എൻ്റെ അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, പിന്നെ റിലേറ്റീവ്സ്, ഫാമിലി, അങ്ങനെ എല്ലാവരും ചേർത്ത് കുറച്ച് പേര് അങ്ങനെ ഒരു പരിപാടിയായിട്ട് നടത്തുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വ്ളോഗ് എടുക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഇവർ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സത്യമായിട്ട് അറിയില്ല എന്താ സംസാരിക്കേണ്ട. അത്രയും അമ്മാതിരി ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒരു നെർവസ്നെസ്സിലും പിന്നെ എന്തോ ഒരു തരത്തിൽ മിക്സഡ് ഫീലിംഗ് ഒക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്ക് ഇൻട്രോ ആയിട്ട് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. സോ നമുക്ക് ബാക്കി കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം. ആരാണ് ഇത് ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്ന നോക്കട്ടെ. കവിதை பிறக்குது கனவே இதயம் துடிக்குது துடிக்குது மனமே பால் மழை பொழிந்தாலும் முகம் நினைத்தேன் வைகை கரையில் நான் தேடி வருவேன் அலைகளின் கவிதை பிறக்குது கனவே இதயம் துடிக்குது துடிக்குது மனமே ചിറകല്ലേ പൂവഴകോ നീയല്ലേ നിന്നുയിരായി ഞാനില്ലേ അഴകിൻ അഴകേ വെണ്ണിലാവിൻ തളിരല്ലേ നീ വെൺകിനാവിൻ കതിരല്ലേ. പൂന്തേ മൊഴി കണ്ണിനു കണ്ണാമെൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിടേ പൊന്മാനോ പാൽക്കനവോ ജീവനിൽ
എന്താ പറയാനുള്ളത്? 5 മണിക്ക് ആരിനെ വെയിറ്റ് ചെയ്യണത്? ആരിനെ വെയിറ്റ് സെറ്റല്ലേ? മൈലാഞ്ചിയൊക്കെ ചുമന്ന ഇല്ല വരും. സ്റ്റേജൊക്കെ എന്ത് തോന്നുന്നു കേട്ടോ. കൊണ്ടൊക്കെ മേലേക്ക് അപ്പൊ നമ്മുടെ അമ്മ വിളക്ക് കൊണ്ട് വെക്കാൻ പോവാണ്. വെക്കോ? ചാറ്റിയൊക്കെ എടുക്കുമ്പോ ഇവിടെ വെക്കാല്ലേ? This is how I look. എല്ലാരും ഉണ്ട് ഇവിടെ. കീർത്തി ഈസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ കമ്മല് തൊട്ടിട്ടില്ല കേട്ടോ ഗൈസ്. ദാ how I look. Fit check. ശരി, ഹായ് കൊടുക്കൂ പ്രേക്ഷകർക്ക്. എല്ലാരും റെഡിയാകാൻ പോകണം കേട്ടോ ഗൈസ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് മേക്കപ്പ് ചെയ്തതെല്ലാം. ഓക്കെ ബൈ. എന്റെ ജീവന്റെ നിഴലായി മാറി പറയാതെ എന്നാളും ഓമൽ താരാട്ടാൻ നെഞ്ചിലാലോലമുണരുന്നു. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർക്കയിൽ മരത്തരൂ. തണൽ വീഴാൻ വഴിയിലും പുഴമീട്ടും നമ്മുടെ ചക്കര ചേച്ചിന്റെ എൻഗേജ്മെന്റ് അതിന്റെ എന്താണ്ടാ പറഞ്ഞോ? മറുവാക്കിൻ കുമ്പിളിൽ നറുപൂന്തേ ചേച്ചിയാണ് പറഞ്ഞു കൊടുക്കണത്. ഫോട്ടോഗ്രാഫർ എല്ലാവരും ഉണ്ട്. എല്ലാവരും ചോപ്പ് മയം. നീ എൻ വെണ്ണിലാകാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിന്മേൽ